കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് കൊലപാതകം നടന്ന സ്വകാര്യ ലോഡ്ജ് അനധികൃതമെന്ന രേഖകൾ. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ലോഡ്ജിനെതിരെ നടപടിയെടുക്കാൻ അധികൃതർ മെല്ലെപ്പോക്ക് തുടരുകയാണ്. നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന ലോഡ്ജിനെതിരെ നടപടിയെടുക്കാൻ കോർപ്പറേഷൻ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. അമൃത ന്യൂസ് എക്സ്ക്ലൂസീവ്. വയനാട് റോഡിൽ സ്വകാര്യ ആശുപത്രിയുടെ സമീപമാണ് ലോഡ്ജിന്റെ പ്രവർത്തനം. 2024 നവംബർ 25 നാടിന് നടുക്കിയ കൊലപാതകം നടന്നത് ഈ ലോഡ്ജിലാണ്. കോർപ്പറേഷന്റെ പരിശോധനയിൽ ലോഡ്ജിന് അനുമതിയില്ലെന്ന് അന്നേ വ്യക്തമായിരുന്നു. പുതിയ ഉടമകളാണിപ്പോൾ ലോഡ്ജ് നടത്തിപ്പുകാർ. മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന ലോഡ്ജിന് ആരോഗ്യ വിഭാഗം പ്രവർത്തനാനുമതി നൽകിയിട്ടില്ല. അനധികൃത ലോഡ്ജ് അടച്ചുപൂട്ടണമെന്ന ഉറച്ച നിലപാടിലാണ് നാട്ടുകാർ. ഈ ബിൽഡിംഗ് ഇതിനു മുന്നേ കുറേ ആൾക്കാർ നിൽക്കുന്നൊരു സ്ഥാപനങ്ങളുള്ളൊരു ബിൽഡിംഗ് ആയിരുന്നു. ആ ബിൽഡിംഗ് ഏതൊരു പുതിയ ആളെടുത്തതിന് ശേഷം അവരിത് നേരെ ടൂറിസ്റ്റ് ഹോമായിട്ട് മാറ്റി. ഈ ടൂറിസ്റ്റ് ഹോമായിട്ട് മാറ്റുമ്പോൾ ആ പഴയ ബിൽഡിങ്ങിൻ്റെ പെർമിറ്റിലല്ല ശരിക്കും ബിൽഡിങ്ങിൻ്റെ വരുന്നത്. ആ ബിൽഡിംഗ് പെർമിറ്റ് അല്ലാതെ വേറെ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇത് വേറെ എന്തൊക്കെയോ കൈക്കൂലികൾ കൊടുത്ത് കോർപ്പറേഷനിൽ അഴിമതികൾ നടത്തിയാണ് ഈ ബിൽഡിംഗ് ഇപ്പോൾ ഈ പറഞ്ഞ പ്രവർത്തിക്കുന്നത്. ലോഡ്ജിന്റെ പ്രവർത്തനാനുമതിക്കുള്ള അപേക്ഷ സമർപ്പിച്ചെങ്കിലും മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗം നിരസിച്ചിരുന്നു. പിന്നെ എന്തുകൊണ്ട് ലോഡ്ജിനെതിരെ നടപടിയുണ്ടാകുന്നില്ലെന്ന കാര്യത്തിൽ മാത്രം അധികൃതർക്ക് ഉത്തരമില്ല. ലോഡ്ജ് ഉടമയുടെ ഉന്നതതല ബന്ധങ്ങളാണ് നടപടിയിൽ നിന്ന് പിന്നോട്ടു പോകാൻ കോർപ്പറേഷനെ പ്രേരിപ്പിക്കുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ക്യാമറാമാൻ മനോജിനൊപ്പം എസ് വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.